പാലക്കാട് മണ്ണാർക്കാട് നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 58 പേർ. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണങ്ങളെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. റൂട്ട് മാപ്പ് അടക്കം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്നലെ 38 വയസ്സുടെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 8 ഉള്ള ഒരു കേസാണ് സസ്പെക്റ്റഡ് നിപ്പ കേസായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ മൗലാന ഹോസ്പിറ്റലിലാണ് ഉള്ളത്, വെന്റിലേറ്ററിലാണ്. അവരുടെ സാമ്പിൾ NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം കൺഫർമേഷൻ വരും. ഇന്ന് നമ്മൾ ഒരു 26 കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കൺട്രോൾ റൂമും മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ്. പിന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണ് കൂടെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. തച്ചനാട്ടുകരയിൽ ഒരു 4 വാർഡുകളും പിന്നെ കരിമ്പുഴ പഞ്ചായത്തിൽ ഒരു 2 വാർഡുകൾ. കണ്ടെയ്ൻമെൻറ്റ് സോണിൽ അകത്തും പുറത്തും കയറുന്നത് പാടില്ല. എസെൻഷ്യൽ സർവീസസ് മാത്രമാണ്. എല്ലാ മൂവ്മെൻറ്റ്സും റെസ്ട്രിക്റ്റഡ് ആണ്. തീർച്ചയായിട്ടും എല്ലാവരും മാസ്ക് ധരിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ശ്രീത്തെ, ഗുഡ് ഈവനിങ് അഗെയിൻ. ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? ആരോഗ്യ വകുപ്പിൽ നിന്നും ആരോഗ്യ മേഖലയിൽ നിന്നും ഏതൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്? അതീവ ഗുരുതരമെന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഈ 39കാരി പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് തീർത്തും അബോധാവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അവർ ഇപ്പോഴും വെന്റിലേറ്ററിലാണ് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഇതിനെ തുടർന്നാണ്, ഈ പോസിറ്റീവ് ആയതിനെ തുടർന്ന് ഇപ്പോൾ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പാലക്കാട് ജില്ലയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തച്ചനാട്ടുകര പഞ്ചായത്തിലെ 4 വാർഡുകൾ, അതുകൂടാതെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകൾ, അങ്ങനെ 6 വാർഡുകൾ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കിയിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോറുകൾക്ക് മാത്രമേ രാത്രി 6 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. ഈ മേഖലയിൽ നിന്ന് ആരും തന്നെ പുറത്തേക്ക് പോകേണ്ടതില്ല, അല്ലെങ്കിൽ ആരും ഈ ഇതിലേക്ക് പ്രവേശിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും 59 പേർ ഈ 39കാരിയുടെ സമ്പർക്ക പട്ടികയിൽ പ്രാഥമികമായി ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. റൂട്ട് മാപ്പ് അടക്കം ഉടൻ തന്നെ തയ്യാറാക്കും, അത് പ്രസിദ്ധീകരിക്കും. ഇനി മറ്റു നടപടിക്രമങ്ങൾ ഒന്നുമില്ല. എല്ലാ തരത്തിലും പോലീസിൻ്റെ കാവലടക്കം ഈ മേഖലയിൽ തുടരുന്നുണ്ട്. ആവശ്യത്തിന് ജാഗ്രത, മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കുന്ന സമയത്ത് വേണമെന്ന നിർദ്ദേശമാണുള്ളത്. കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിൽ ഇല്ല എന്നത് ആശ്വാസകരമാണ്. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 59 പേരാണ് ഉള്ളത്. അതിലെടുത്തു പറയേണ്ടത്, ഇവർ ആശുപത്രിയിലേക്ക് പോയത് സ്വന്തം വാഹനത്തിലാണ്. അപ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ, അത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരൊക്കെയാണ്, കുടുംബാംഗങ്ങൾ, അടുത്ത കുടുംബാംഗങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഈ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇനി മറ്റൊരു കാര്യം, നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധമുണ്ട്. വവ്വാലുകൾ ഈ പ്രദേശത്ത്, ഈ കിഴക്കുംപുറമെന്ന ഈ മേഖലയിൽ വവ്വാലുകൾ കാര്യമായ രീതിയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്. അത് ആരോഗ്യ പ്രവർത്തകരെ നിരവധി തവണ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ കാര്യമായ ഇടപെടൽ നടത്തിയില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാരും പറയുന്നുണ്ട്. എന്തായാലും ഈ ആരോഗ്യസ്ഥിതി, മറ്റുള്ള ഈ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ഐസൊലേറ്റ് ചെയ്യാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്, ഈ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആളുകളെ. എന്തായാലും അവരുടെ ആരുടെയും തന്നെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ കുഴപ്പങ്ങളില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരം. എന്തായാലും ഇപ്പോൾ ഈ 39കാരിയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. DMOയ്ക്ക് പുറമെ മുൻ DMOയും അതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി കൂടിയായ ഡോക്ടർ റീത്ത കൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് ഏകോപിപ്പിക്കാൻ വേണ്ടി പാലക്കാട്ടേക്ക് എത്തിയിട്ടുണ്ട്. ശരി, പാലക്കാടും മലപ്പുറത്തും നിപ്പ ആശങ്കയുണ്ട്. അതിന് ഏത് രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് എടുത്തിരിക്കുന്നത് എന്ന് ജില്ലാ കളക്ടർ വിശദീകരിച്ചു. ശ്രീകുമാരനാണ് വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ചേർന്നത്.